പറ്റൂ. അവിടെയാണ് ഞങ്ങളും പെട്ടുപോയത്. ഈ വാർത്ത പുറത്തു വന്ന ചില സത്യങ്ങൾ ഞങ്ങൾക്കും തുറന്നു പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ ആദർശേട്ടൻ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ അനന്തപുര തറവാടിനുണ്ടാവുന്ന മാനക്കേട് പെട്ടെന്നൊന്നും പോവില്ല. അപ്പോഴും തറവാട്ടിലുള്ള ആരെങ്കിലാണോ ഇവിടെ പ്രതി? ആണല്ലേ? ആളിന്റെ പേരൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇങ്ങനൊരു വാർത്ത ആരോ ഇവിടെ വിളിച്ച് പറഞ്ഞല്ലേ പറഞ്ഞത്? അത് പരിചയമുള്ള ആരെങ്കിലും ആണോ? ഏയ് അല്ല, ഞാൻ നമ്പർ തരാം. പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാ ഓരോന്ന് പറഞ്ഞത്. പഠിക്കുന്ന കാലം തൊട്ടേ ആദർശേട്ടനും ഈ പറയുന്ന അനഘയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും പിന്നെ അവരുടെ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അനഘയെ കോമ സ്റ്റേജിലാക്കിയത് ആദർശേട്ടനാണോ എന്ന് സംശയമുണ്ടെന്ന് അവർ പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഷിൻഡോ എന്നാണ് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമക്കാരന്റെ പേര്. മഞ്ഞ വാർത്തകൾ ഓൺലൈൻ ചാനലിലൂടെ പടച്ചു വിടുന്നവനാ അവൻ. അതിൽ സ്പെഷ്യലൈസ് ചെയ്തവനാ. അവന്റെ സകല ഡീറ്റെയിൽസും ഞാൻ പൊക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുടനെ നന്ദുവിനെ അറിയിക്കണം. ആരാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞു വെക്കണ്ടേ? അറിയാം ആദർശേ, നീ വലിയൊരു ത്യാഗം ചെയ്തു നിന്റെ കുടുംബത്തിന് വേണ്ടി, അതിലുപരി ഇവളുടെ ചേച്ചിക്ക് വേണ്ടി. പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന എനിക്കോ കല്യാണിക്കോ ചീത്തപ്പേരുണ്ടായ അത് കമ്പനിയെയും ബാധിക്കും. എന്നാൽ അതിന്റെ ഇരട്ടിയാണ് നിന്റെ കാര്യത്തിൽ. നീ മൂർത്തിസ് ഗ്രൂപ്പിന്റെ MD. മൂർത്തിസ് ജ്വല്ലറി എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ അറിയുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ നയന വലിയ ഡിസൈനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ ഫേമസാ. ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഇതൊരു ചാകരയാണ്. വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ എല്ലാവരും പരസ്പരം മത്സരിക്കും. ആ നേരത്ത് ഇത് ചോർത്തി തന്ന നിന്റെ അമ്മയുടെ സുഹൃത്തിന്റെ മകൾക്ക് പോലും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനു മുന്നേ നമുക്ക് ഈ വാർത്ത തടയണം. ഇപ്പാളെ പിടിയിട്ടല്ലോ ആദർശേട്ടാ, ഇനി ബാക്കി നന്ദു നോക്കിക്കോളും. നവ്യയുടെ എടുത്തു ചാട്ടുക ഇപ്പൊ ഇതിനൊക്കെ കാരണം. ശരിക്കും പറഞ്ഞാൽ ഇവന് വേണ്ടി ആലോചിച്ചത് അവളെയല്ലേ? അതിന്റെ ഇടയ്ക്ക് അവളൊരു ചതിന്റെ വലയിൽ വീണുപോയി. അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ചേരേണ്ടവർ തന്നെ ചേർന്നു. എങ്കിലും നവ്യയ്ക്ക് പറ്റിയ പയ്യനായിരുന്നില്ല അഭി. അതുപോലെ തന്നെ വേറൊരുത്തി അവിടെ ഉണ്ടല്ലോ, അനാമിക. അവള് നിന്റെ തറവാടിന്റെ അസ്ഥിവാരം തോണ്ടാനായിട്ട് ഇറങ്ങിയവളാ. അനി എന്തൊരു പാവ. അവന് നന്ദു പറ്റിയൊരു പെണ്ണായിരുന്നു. പിന്നെ ആ ബന്ധത്തിന് നീയാണ് അതിനെതിരെ നിന്നത്. ഇനിയിപ്പോ ഇതൊന്നും അനി കേൾക്കെ കിരണേട്ട് സംസാരിക്കരുത്. വേറൊന്നും കൊണ്ടല്ലേ നയനെ, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ. ഞങ്ങളുടെ മരണം ആഗ്രഹിച്ച് നടക്കുന്നവരാ ചുറ്റിലുള്ളത്. പലപ്പോഴും മരണത്തിൽ നിന്ന് പോലും തലനാരഴിക്കാം ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ വില്ലന്മാരൊക്കെ ജയിലില്ല. അതേ രീതിയിൽ ചിന്തിക്കുന്ന പലരും നിന്റെ തറവാട്ടിലുണ്ട്. അതിന്റെ കൂടെ അനാമിക എന്ന് പറയുന്ന ഒരുത്തിയും കൂടെ കൂടി. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളൊന്നും അധികം വളരാൻ അനുവദിക്കരുത്. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്തയുടെ പിന്നിൽ അഭിയാണെങ്കിൽ അവനെ വെറുതെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ മേഡം? ബൈക്ക് ഒതുക്കി വെച്ചിട്ട് കാറിന്റെ വണ്ടിയിലോട്ട്. ഞാനൊരു മാധ്യമ പ്രവർത്തനാണ് മേഡം. അതുകൊണ്ടാ കയറാൻ പറഞ്ഞത്. നിന്റെ ജാതകം പരിശോധിച്ചിട്ടാ ഞങ്ങൾ വന്നത്. അത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മേഡം. തെറ്റ് ശരിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. നീ ഇപ്പൊ ഇങ്ങോട്ട് കയറാം. ഞാൻ എന്റെ വണ്ടി വന്നാ പോലെ. നിർത്തണ്ട, പോലീസ് വാഹനത്തിൽ കയറാൻ നാണക്കേടാണോ? എടാ 10 പേര് കാണട്ടടാ. എന്ത് വാർത്ത കിട്ടിയാലും നീ അത് നിന്റെ 4 ചാനലിലൂടെ പുറത്തോടല്ലേ? ഇന്നത്തോടെ നിന്റെ അസൂക്കേട് ഞാൻ മാറ്റി തരുന്നുണ്ട്. മേഡം പ്ലീസ്. രണ്ടാളും ഇരിക്കെ. സകല ചാനലിൽ ന്യൂസ് കൊടുത്തവനെ കൊണ്ടുവന്നു. അവനെ ഏർപ്പെടുത്തിയത് ആരാണെന്ന് പറയുകയും ചെയ്തു. നമ്മളൊക്കെ സംശയിക്കുന്നവൻ തന്നെയാ ആ അഭി. 4-5 ചാനലുകളിൽ ലോക്കപ്പിൽ കിടക്കുന്നവൻ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചാനലിലേക്കും ഞാൻ വിളിച്ചിരുന്നു. പിന്നെ ആൻമറിയെ നേരത്തെ വിളിച്ച് വാർത്ത ബ്ലോക്ക് ചെയ്തിരുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ കാര്യമായതുകൊണ്ട് തെറ്റായ വാർത്ത കൊടുത്താൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമല്ലോ. അത് ചാനലുകാർക്ക് അറിയാം.
അതുകൊണ്ട് അവരൊരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത്തരം വാർത്തകൾ ലോകത്തെ അറിയിക്കൂ. അതാ നമുക്ക് ഗുണം ചെയ്തത്. ഈ വാർത്ത എങ്ങനെ പുറത്തു പോയിരുന്നെങ്കിൽ നമുക്ക് അതിനെതിരെ കേസ് പോലും കൊടുക്കാൻ പറ്റില്ല. കാരണം അനഘയുടെ കുഞ്ഞ് അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ വളരുന്നത്. കുഞ്ഞിന്റെ അച്ഛൻ അഭിയാണെന്ന് പറഞ്ഞാൽ മുത്തച്ഛന് നാണക്കേടാ. കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സ്ഥാപനത്തിനും അത് ദോഷം ചെയ്യും. അകത്ത് കിടക്കുന്നവൻ ചാനലുമായിട്ട് ബന്ധമുള്ള ഒരുത്തനാ. അവനൊരു ഓൺലൈൻ ചാനലും നടത്തുന്നുണ്ട്. അവന്റെ ചാനലിനെ പറ്റി ഞാനൊരു പഠനം നടത്തി. മഞ്ഞ വാർത്തകളാ കൂടുതലും. അത് മനസ്സിലാക്കിയ ശേഷം നല്ലതുപോലെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ ദേഷ്യത്തില് ഇനി അവനീ വാർത്ത പുറത്തു വിടുവോ? പുറത്തു വിട്ട് കഴിഞ്ഞാലേ അവന്റെ ചാനൽ ഞാൻ പൂട്ടിക്കും. അവനെ വെറുതെ വിട്ടര്. അവനെ കൂലിക്കെടുത്തവനെ കൈകാര്യം ചെയ്യേണ്ടത്. അത് നിങ്ങൾ രണ്ടാളും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. നവ്യേച്ചി ഇപ്പൊ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആദർശേട്ടാ. ഇനി ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് ഏട്ടനും ചേച്ചിയും അനുവാദം തരണം. അവനിങ്ങനെ വിടുന്നത് ശരിയല്ല ആദർശേട്ടാ. അവനെ ജ്വല്ലറിയിൽ വീണ്ടും തിരിമറി നടത്തി. അത് മാനേജർ കണ്ടുപിടിച്ചതോടെ അവൻ വീണ്ടും പ്രതികാരം ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ഒരാളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവൻ കുടുംബം കുളം തൊടും. ഇപ്പൊ തന്നെ പഴയതുപോലെ നവ്യേച്ചി നിങ്ങളിൽ നിന്ന് അകന്നോണ്ടിരിക്കുക. എപ്പോ വിളിച്ചാലും നവ്യേച്ചി പറയുന്നതൊക്കെ ആദർശന്റെ കുറ്റങ്ങളാ. ആ നേരത്തെ പലപ്പോഴും സത്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുക. സത്യങ്ങൾ മനസ്സിലാക്കാതെയാ നവ്യേച്ചി ആദർശനെ കുറ്റപ്പെടുത്തുന്നത്. അതിലെനിക്ക് സങ്കടമുണ്ട് മോളെ. അഭിയെക്കാളും വലിയ തെറ്റ് ചെയ്ത ആദർശനോട് മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും ക്ഷമിക്കുന്നതാ ചേച്ചിയുടെ പ്രശ്നം. അഭിയെ കൈകാര്യം ചെയ്തേ പറ്റൂ ആദർശേട്ടാ. നിങ്ങൾ പറയുന്ന കേൾക്കാൻ ഞാൻ തയ്യാറാ. മോളൊന്നും ചെയ്യണ്ട. അവന്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തോളാം. ആദർശേട്ടൻ വാ. ഇനി അവനിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആദർശേട്ടാ. തെറ്റ് ചെയ്തവന് പിടിക്കപ്പെടുമെന്നൊരു ഭയമെങ്കിലും ഉണ്ടാവും. ഇവിടെ അവന് അങ്ങനെ ഒരു പേടിയില്ലെന്ന് മാത്രമല്ല, അവൻ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കാതെ അത് വെച്ച് അവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ അതിന് പിന്നിൽ അനാമികയും അവളുടെ വീട്ടുകാരുമായിരിക്കും ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ സംശയിച്ചത് അഭിയെ തന്നെയാണ്. അതുകൊണ്ട് അവനെ തളയ്ക്കണം. അങ്ങനെ തളയ്ക്കാൻ ശ്രമിച്ചാലേ നവ്യയുടെ കാര്യം അപകടത്തിലാവില്ലേ? ചേച്ചിക്ക് അപകടം ഉണ്ടാവാത്ത രീതിയിൽ ഇത് നമ്മൾ കൈകാര്യം ചെയ്യണം ആദർശേട്ടാ. അല്ലെങ്കിൽ ഇത് അവസാനം നമുക്ക് എല്ലാവരും അറിയിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഈ ന്യൂസ് പുറത്തു വന്നിരുന്നെങ്കിൽ ആദർശനെ രക്ഷപ്പെടാൻ സത്യം വിളിച്ചു പറയേണ്ടി വരുമായിരുന്നില്ലേ? അതുപോലെ ഓർക്കാതെയാ അവൻ വളഞ്ഞ വഴിയിലൂടെ ചാനലുകാരെ സമീപിച്ചത്. നീ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ആദർശേട്ടാ. അവൻ തന്നെയാ അവന്റെ കുഴി തോണ്ടുന്നത്. ഇനി അവൻ ആരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ചന്തമോളുടെ പേരിൽ ആദർശനെ ആക്ഷേപിക്കുമ്പോൾ അവർക്കൊപ്പം നിന്ന് അവൻ ആദർശനെ കൊച്ചാക്കാനും പാടില്ല. അവൻ വരുന്നുണ്ട്. എങ്ങോട്ടാടാ? ഓഫീസിലേക്ക്. ഓഫീസിലെ നീ പിന്നെ പോയാൽ മതി. നമുക്കിപ്പോൾ ഒരിടം വരെ പോവാം. അല്ല എങ്ങോട്ടാ? അതൊക്കെ പറയാം. നിനക്ക് ഗുണമുള്ളൊരു കാര്യമാടാ. എന്നാ പിന്നെ പറഞ്ഞൂടെ? മുൻകൂട്ടി അതൊക്കെ പറഞ്ഞിട്ട് പോയാലേ ഒരു ത്രില്ലില്ല. അല്ല എന്നെ ഏതെങ്കിലും കുരുക്കിൽ ചാടിക്കാനാണ് കൊണ്ടുപോകുന്നത്? ഞാൻ ആരെയും കുരുക്കിലൊന്നും ചാടിക്കാറില്ല. ഇപ്പോഴത്തെ അവസരം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. എനിക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല തന്നിട്ട് അവിടെ എന്റെ തലപ്പത്ത് പുതിയൊരു മാനേജർ കൊണ്ടുവച്ചില്ലേ? എന്ന് വെച്ചാ ഏട്ടൻ എന്ത് തെറ്റിയതാലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടരുത്. ആ രീതിയിലാണ് ഏട്ടൻ പോകുന്നത്. ഇന്ന് നീ ഞങ്ങളുടെ ഇവിടെ വന്നു കഴിയുമ്പോഴേ നിനക്ക് ഈ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. അല്ലേ നേരെ? ഉറപ്പല്ലേ? വാ പോവാം. കേറ്. സംശയിച്ച് നിൽക്കാതെ വന്ന് വണ്ടി കയറ്. ഇവനെ കൊണ്ട് ഇവരിത് എങ്ങോട്ടായി പോകുന്നത്? അല്ല എന്നെ എങ്ങോട്ടാ ഏട്ടൻ കൊണ്ടുപോകുന്നേ? മിണ്ടാതിരിക്കട്ടെ അവിടെ. നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേന്ന് സ്ഥലം എത്തുമ്പോൾ നീ അറിഞ്ഞാൽ മതി. അല്ല അതിന് ഏട്ടൻ എന്തിനാ ചൂടാവുന്നേ? അനഘയും ഞാനുമായിട്ടുള്ള ബന്ധം നീ നാട് നീളെ പാട്ടാക്കാൻ നോക്കിയല്ലേ? ആ ബന്ധത്തിൽ എനിക്കുണ്ടായ കുട്ടിയാണ് ചന്തുമുളന്ന് നീ ചാനലിൽ വാർത്തയാക്കാൻ നോക്കിയല്ലേ? അയ്യോ ഏട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇനി നീ പറയണ്ട. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടേ നിന്നെ ഇന്ന് വിടത്തുള്ളൂ. എന്നെ ഏതെങ്കിലും ചാനലിലേക്ക് കൊണ്ടുപോകണം? അല്ലടാ, നിന്നെ അറവശാലയിലേക്ക് കൊണ്ടുപോവാ. നിന്നെ പോലെയുള്ളതൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല.
അല്ല നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇറങ്ങടാ. വാടാ. ഇവിടെ എന്തിനാ വന്നതെന്നൊക്കെ പിന്നെ പറയാം. ചന്തുമോളുടെ അമ്മയൊന്ന് കണ്ടിട്ട് പോ. ഞാനെന്തിനാ അവരെ കാണുന്നത്? ഓ, പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞിന്റെ അമ്മയാണല്ലോ. അപ്പൊ പിന്നെ ഇവൻ എന്തിനാ അനക്കെ കാണുന്നത്? അല്ല ആദർശേട്ടാ, ഇവനും കൂടി ഒന്ന് കാണട്ടെ. വാടാ. നല്ല ഫോട്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇനി എപ്പോഴാണെന്നോ ഈ ഫോട്ടോയിൽ മാല ഇടുന്നത്? എന്തിനാ ആദർശേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ആ സാറ് വന്നോ? ഞങ്ങൾ അനക്കൊന്ന് കാണട്ടെ. വാടാ. അനക്കെ, ഞങ്ങൾ ഒരാളെയും കൊണ്ടാ വന്നിരിക്കുന്നത്. വാടാ ഇങ്ങോട്ട്. ഒട്ടും ഇമ്പ്രൂവ്മെന്റ് ഇല്ല. മിണ്ടാനെങ്കിലും കഴിഞ്ഞെങ്കിൽ അനക്ക് ചിലപ്പോൾ നമ്മളോട് ഒരുപാടൊക്കെ പറയാനുണ്ടായിരുന്നേനെ. നീ ഇന്ന് ബ്രാഞ്ചിലേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനല്ലേ എം ഡി, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അല്ല, നീ എന്തെങ്കിലും പരിങ്ങി നിൽക്കുന്നത്? എന്തെങ്കിലും പേടിയുണ്ടോ? ഞാനെന്തിനാ പേടിക്കുന്നത്? പറഞ്ഞതുപോലെ ഇവനെന്തിനാ പേടിക്കുന്നത്? അനക്കയ്ക്ക് ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പറയുന്നത് കേൾക്കാലോ. അനക്കയുടെ മോള് ഹാപ്പിയാ. മോള് സ്കൂളിലും പോകുന്നുണ്ട്. അനക്ക മോളുടെ നല്ല ജീവിതം ആഗ്രഹിച്ച് കാണുമല്ലോ. ആ രീതി തന്നെയാ അച്ഛനായ ആദർശേട്ടനും ഇപ്പൊ അമ്മയുടെ സ്ഥാനത്തുള്ള ഞാനും മോളെ വളർത്തുന്നത്. അതുകൊണ്ട് ഇനി ചന്തുമോളെ ഓർത്ത് ഒരു വിഷമവും വേണ്ട. എന്നാ പിന്നെ പോവാം. പോയിട്ട് വരാനൊക്കെ. റീ. എന്നെ എന്തിനാ ചന്തുമോളുടെ അമ്മയുടെ ഇടയിലേക്ക് കൊണ്ടുപോയത്? ചന്തുമോളുടെ അമ്മയെ കാണിക്കാനാണെന്ന് പറഞ്ഞില്ലേ? ഞാനെന്തിനാ അവർ കാണുന്നത്? കണ്ടതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? കാരണമില്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ടല്ലോ. എന്നിട്ട് അനക്കയെ കാണാറുണ്ടല്ലോ. പിന്നെ അനക്കയോട് മിണ്ടാറുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അല്ല, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പാതാളത്തിലേക്ക്. നമ്മള് കടപ്പുറത്തേക്കാ പോകുന്നത്. അല്ല, എന്തിനാ? നിന്നെ കടലിൽ മുക്കി കൊല്ലാൻ. അങ്ങനെ ഇവനെ കൊന്നാലും കടലിലെ മത്സ്യങ്ങൾ പോലും ഇവനെ കഴിക്കത്തില്ല. ഒരിക്കലും ഇല്ല. അതൊക്കെ എന്തിനാ വിഷം കഴിച്ച് മരിക്കുന്നത്? അല്ല, എനിക്കൊരു ചായ കുടിച്ച് കൊള്ളാന്നുണ്ട്. പച്ച വെള്ളം തരത്തില്ല നിനക്ക്. അതെന്തിനാ ആദർശൻ അങ്ങനെ പറഞ്ഞേ? കടൽ തീരത്തേക്കല്ലേ പോകുന്നേ? അപ്പൊ കടൽ വെള്ളം കുടിക്കാലോ. അതാവുമ്പോ കുടിച്ചാലും തീരത്തില്ല.